അപ്പോൾ ഇന്നെൻ്റെ ഉമ്മാൻ്റെ റെസിപ്പി കേട്ടോ. ഇന്ന് ഉമ്മയാണ് ഉണ്ടാക്കുന്നത്. നല്ല മഴ ഉണ്ട് കേട്ടോ പുറത്ത്. എന്താ സാധനം എന്ന് വെച്ചാൽ നമ്മളെ കറുകപ്പട്ടൻ്റെ അല്ല, നമുക്ക് മനസ്സിലായി ഉണ്ടാവില്ലേ, നമ്മളെ ബിരിയാണിയിലൊക്കെ ഇടുന്നതല്ല, ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് അതുകൊണ്ടൊരു അപ്പം ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു മുറി നാളികേരം 2-3 ഏലക്കായ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് 2-3 അച്ച് മധുരത്തിനനുസരിച്ച് 2-3 അച്ച് ശർക്കര എടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം പോലെ ഉരിക്കുക. എന്നിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുമാതിരി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കറുകപ്പട്ടൻ്റെ ഇല ഇതേപോലെ എടുത്തിട്ട് നമ്മളെ കപ്പലണ്ടിക്കൊക്കെ ഇങ്ങനെ പൊതിയൂലേ, അതേപോലെ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഈക്കിളിനെ കുത്തി വെക്കാം പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അതിനൊരു ഉണ്ട എടുത്തിട്ട് ഇതേപോലെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നീരും സത്തൊക്കെ ഇറങ്ങിയിട്ട് മണം വരാനും വേണ്ടിയിട്ടാണ് ഈ ഇലയിൽ ഇങ്ങനെ അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു പഴയ റെസിപ്പി കേട്ടോ, പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കിയിരുന്നൊരു പഴയ റെസിപ്പിയാണ്. അതുകൊണ്ടാണ് എൻ്റെ ഉമ്മ ഉണ്ടാക്കി തന്നത്. അപ്പോൾ നല്ല സ്മെല്ലാട്ടോ, ഇത് വെന്ത് വരുന്ന സമയത്ത് നമ്മളെ കറുകപ്പട്ടൻ്റെ ആ ഒരു സ്മെല്ല് നല്ല സ്മെല്ലാട്ടോ. ഇനി നമുക്കൊരു ഇഡ്ഡലി ചെമ്പിൽ ഒരു പാത്രം വെച്ചിട്ട് ഇതേപോലെ വേവിച്ചെടുക്കുക ഒരു 15 മിനിറ്റോളം കേട്ടോ. ഇനി നമുക്കിങ്ങനെ കഴിക്കാൻ വെച്ചാൽ ഇതേപോലെ ഈർക്കിളി മാറ്റിയിട്ട് ഇല ഒഴിവാക്കിയിട്ട് നമുക്ക് കണ്ട ഇതാ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.